പഴയന്നൂരിൽ പന്നിപ്പടക്കം ചവിട്ടി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. പിടിയിലായത് സ്ഫോടക വസ്തു ഉപയോഗിച്ച് കാട്ടുപന്നികളെ വേട്ടയാടുന്ന സംഘം. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കൈമാറി. ആനപ്പേടി മാറാതെ താമരവെള്ളച്ചാൽ. പെരിഞ്ഞനം 3 പിടികയിൽ 8 പവൻ സ്വർണം വാങ്ങി ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് കടന്നയാൾ പോലീസ് പിടിയിൽ. പേരാവൂർ സ്വദേശി അഷ്റഫാണ് പിടിയിലായത്. തട്ടിപ്പിനായി ഉപയോഗിച്ചത് വ്യാജ ആപ്പ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞ യുവാവിനെ ആക്രമിച്ച പ്രതി റിമാൻഡിൽ. ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി മുഹമ്മദ് ഷഹിനെയാണ് റിമാൻഡ് ചെയ്തത്. അതിരപ്പള്ളിയിൽ നിന്ന് കോടനാട്ടെത്തിച്ച കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു. മസ്തകത്തിലെ മുറിവിന് 1.5 മാസത്തോളം തുടർച്ചയായി ചികിത്സ നൽകേണ്ടി വരുമെന്ന് വിദഗ്ധർ. നമസ്കാരം. വാർത്തകൾ വിശദമായി. പഴയന്നൂരിൽ പന്നിപ്പടക്കം ചവിട്ടി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ 5 പേരെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് സ്ഫോടക വസ്തു ഉപയോഗിച്ച് കാട്ടുപന്നികളെ വേട്ടയാടുന്ന സംഘം. കാട്ടുപന്നികളെ സ്ഫോടക വസ്തു ഉപയോഗിച്ച് കൊന്ന് ഇറച്ചിയാക്കി വിൽപ്പന നടത്തുന്ന 5 സംഘമാണ് പിടിയിലായത്. പാലക്കാട് മംഗല സ്വദേശി രാജേഷ്, തിരുവല്ലുവാമല പാലക്കാപ്പറമ്പ് സ്വദേശി പ്രകാശൻ, മുണ്ടൂർ സ്വദേശിയായ മോനു എന്ന റഷീദ് ഖാൻ, തിരുവല്ലുവാമല കുത്താമ്പുള്ളി സ്വദേശി പെരുമാൾ, പഴയ ലക്കിടി സ്വദേശിയായ സനീഷ് എന്നിവരാണ് പിടിയിലായത്. കിലോയ്ക്ക് 300 മുതൽ 400 വരെ ആവശ്യക്കാരിൽ നിന്നും ഈടാക്കിയായിരുന്നു വിൽപ്പന. പ്രതികൾ ആർഭാട ജീവിതം നയിക്കുവാനായി അന്യസംസ്ഥാനങ്ങളിലും മറ്റും സഞ്ചരിക്കുക പതിവായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. 2 ദിവസം മുൻപ് പഴയന്നൂർ സ്കൂൾ കോമ്പൗണ്ടിലാണ് പന്നിപ്പടക്കം ചവിട്ടി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. ഇനിയും നിരവധി പേർ പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പെരുമാളിന്റെ വീട്ടിൽ നിന്നും പാചകം ചെയ്ത 2 കിലോ കാട്ടുപന്നി ഇറച്ചിയും കണ്ടെടുത്തു. പഴയന്നൂർ CI KA മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ SI MV പൗലോസ്, ഗ്രേഡ് SIമാരായ KR പ്രദീപ് കുമാർ, KV സുരേന്ദ്രൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. TCV ചേലക്കര. വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന സംഘത്തിലെ പെരുമാളിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. തിരുവില്ലാമല എരവത്തൊടിയിലുള്ള വാടക വീട്ടിലാണ് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും സംയുക്തമായി തിരച്ചിൽ നടത്തിയത്. നിരവധി കാട്ടുപന്നികളെ കൊന്നതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പെരുമാൾ വർഷങ്ങളായി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പീച്ചി താമരവെള്ളച്ചാൽ സ്വദേശി പ്രഭാകരന്റെ മൃതദേഹം സംസ്കരിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ മന്ത്രി രാജൻ കുടുംബത്തിന് കൈമാറി. പീച്ചി താമരവെള്ളച്ചാൽ ഉൾക്കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ മകനോടും മരുമകനോടൊപ്പം പോയ താമരവെള്ളച്ചാൽ ആദിവാസി നഗറിലെ മലയൻ വീട്ടിൽ പ്രഭാകരനാണ് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത്. ഉൾവനത്തിൽ തോണിച്ചാൽ ഭാഗത്തായിരുന്നു സംഭവം. ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട മകൻ പ്രശോഭും മരുമകൻ ലിജോയും ഇനിയും ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും മോചിതരായിട്ടില്ല. പ്രഭാകരന്റെ കുടുംബത്തെ കൈവിടില്ലെന്ന സഹായധനത്തിന്റെ ആദ്യ ഗഡു കൈമാറിയ ശേഷം റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. കാടിനകത്താണ് ഈ ദുരന്തം ഉണ്ടായത്. സാധാരണ പുറത്തേക്ക് വന്നിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് അധികവും വിപുലമായിട്ടുള്ള നഷ്ടപരിഹാരം വരുന്നത്. പക്ഷേ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ചും ഗവൺമെൻറ്റിൻ്റെ നിലപാടനുസരിച്ചും കാട് ആദിവാസികളുടേത് കൂടിയാണ്. അവിടെ വനവിഭവങ്ങൾ ശേഖരിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം അവർക്കുണ്ട് താനും. ഇങ്ങനൊരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ അക്കാര്യം എല്ലാം ഗൗരവമായി പരിശോധിച്ച് 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരമായും 1 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായിട്ട് നൽകണം എന്നാലോചിച്ചു. അതനുസരിച്ച് ആദ്യത്തെ 5 ലക്ഷം രൂപ സർക്കാരിൻ്റെ തുക വരുന്നതിന് മുമ്പ് തന്നെ, സർക്കാരിൻ്റെ പണം ഔപചാരികമായി എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസിയോട് അത് അഡ്വാൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അഡ്വാൻസ് ആയിട്ടുള്ള സംഖ്യയാണ് ഇപ്പോൾ 5 ലക്ഷം രൂപ കൈമാറിയത്. തുടർന്ന് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ശവസംസ്കാരത്തിൻ്റെ ശേഷമുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കാനുണ്ട്. അതിനെ തുടർന്ന് ബാക്കി 5 ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായിട്ടുള്ള 1 ലക്ഷം രൂപ ഇൻഷുറൻസിൽ നിന്ന് ലഭ്യമാകുന്ന മുറയ്ക്കും കുടുംബത്തിന് നൽകണം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. വികസനം ഏറെയൊന്നും എത്തിയിട്ടില്ലാത്ത പാണഞ്ചേരി പഞ്ചായത്തിലെ താമരവെള്ളച്ചാൽ ആദിവാസി നഗറിൽ 55 കുടുംബങ്ങളിലായി 157 പേരാണ് താമസിക്കുന്നത്. ഇവരിൽ ഭൂരിപക്ഷം ആളുകളും വീട്ടുപണികൾക്കാണ് പോകാറുള്ളതെങ്കിലും പ്രഭാകരനെ പോലെ കാടിനെ നന്നായി അറിയാവുന്ന ആളുകളെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകാറുണ്ടായിരുന്നുള്ളൂ. കാട്ടിൽ പോയാൽ 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് ഇവർ തിരിച്ചു വരൂ. താമരവെള്ളച്ചാൽ പ്രദേശത്ത് ആനകളുടെ ശല്യം തടയാൻ വനം വകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോഴെല്ലാം മരം മറിച്ചിട്ട് അതെല്ലാം തകർത്ത് ആനകൾ കൃഷികൾ നശിപ്പിക്കാറുണ്ട്. എന്നാൽ ആളുകളെ ഉപദ്രവിക്കുന്നത് അപൂർവമാണ്.
പട്ടയമില്ലാത്ത കൈവശ ഭൂമിയായതിനാൽ കൃഷി നശിപ്പിച്ചാലും ഇവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചിരുന്നുമില്ല. വനം വകുപ്പിനെ അറിയിച്ചാലുടൻ അവർ ആനകളെ ഓടിച്ചു വിടുമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. വേനൽക്കാലമായാൽ കുടിവെള്ളക്ഷാമം അടക്കമുള്ള പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം ഒരുക്കാനും ആവശ്യമായ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV തൃശൂർ. പെരിഞ്ഞനം 3 പീടികയിൽ സ്വർണം വാങ്ങി ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് കടന്നയാൾ പോലീസ് പിടിയിൽ. പേരാവൂർ സ്വദേശി കൊളവൻചാലിൽ അഷ്റഫാണ് അറസ്റ്റിലായത്. ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം അയച്ചതിന്റെ വ്യാജ റെസീറ്റ് കാണിച്ച് ജ്വല്ലറിയിൽ നിന്നും 8 പവന്റെ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നുകളയുകയായിരുന്നു. മോഷണത്തിനായി വാടകയ്ക്കെടുത്ത കാർ പോലീസ് കണ്ടെത്തി. തട്ടിപ്പിനായി പ്രത്യേക മൊബൈൽ ആപ്പാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. പേയ്മെന്റ് ചെയ്തതായി സ്ക്രീനിൽ വ്യാജമായി കാണിക്കുമെന്നതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത. അഷ്റഫിന്റെ കൂട്ടാളിയായ പ്രതിയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ മട്ടാഞ്ചേരിയിലും താമരശ്ശേരിയിലും തട്ടിപ്പ് നടത്തിയിരുന്നതായി പ്രതികൾ സമ്മതിച്ചു. 13ഓളം കേസുകളിലെ പ്രതിയാണ് അഷ്റഫ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിനെ ചൊല്ലി യുവാവിനെ ആക്രമിച്ച പ്രതി റിമാൻഡിൽ. ആളൂർ വെള്ളാഞ്ചിറ ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഷഹിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആളൂർ പുന്നേലിപ്പടിയിൽ വെച്ച് കയ്പമംഗലം സ്വദേശിയായ ജുബിനെയാണ് ഇയാൾ ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. ജുബിൻ ജീവനക്കാരനായുള്ള പുന്നേലിപ്പടിയിലുള്ള കാറ്ററിംഗ് യൂണിറ്റിലേക്ക് അതിക്രമിച്ച് കടന്നായിരുന്നു ആക്രമണം. കാറ്ററിംഗ് ജോലിക്ക് വരുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ജുബിൻ പറഞ്ഞതിലുള്ള വിരോധത്താലാണ് ആക്രമിച്ചത്. അതിരപ്പിള്ളിയിൽ നിന്ന് കോടനാട്ടെ അഭയാരണ്യത്തിൽ എത്തിച്ച കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു. ആന സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ 30% സാധ്യത മാത്രമാണ് അവശേഷിക്കുന്നതെന്നാണ് വനംവകുപ്പിലെ വെറ്റിനറി ഡോക്ടർമാരുടെ വിലയിരുത്തൽ. ആന തീറ്റയെടുത്ത് തുടങ്ങിയത് ശുഭസൂചനയാണെന്നും വനംവകുപ്പ് അറിയിച്ചു. ഇലകളും പുല്ലുമാണ് കഴിച്ചു തുടങ്ങിയത്. പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ കൊമ്പൻ ശാന്തനായി തുടരുകയാണെന്നും വനംവകുപ്പ് അറിയിച്ചു. മസ്തകത്തിലെ മുറിവിന് 1.5 മാസത്തോളം തുടർച്ചയായി ചികിത്സ നൽകേണ്ടി വരുമെന്നും വിദഗ്ധർ പറഞ്ഞു. ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ടിന് അനുമതി ലഭിച്ചു. 3 ദേശങ്ങൾക്കും ഹൈക്കോടതിയാണ് അനുമതി നൽകിയത്. ഫെബ്രുവരി 23-ന് നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ടിന് എങ്കക്കാട് ദേശം നേതൃത്വം നൽകും. പൂരദിനമായ 25-ന് കുമരനെല്ലൂർ ദേശം പകൽ വെടിക്കെട്ട് കത്തിക്കും. 26-ന് പുലർച്ചെ രാത്രി വെടിക്കെട്ടിന് വടക്കാഞ്ചേരി വിഭാഗം നേതൃത്വം നൽകും. 3 ദേശങ്ങളുടെയും ഭാരവാഹികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഉത്രാളിപ്പൂരത്തിന് വേറിട്ട കാഴ്ചവട്ടങ്ങളുമായി കുമരനെല്ലൂർ. കലാസാംസ്കാരിക പരിപാടികളുടെ മേളമൊരുക്കി പൂരനിലാവിന് തുടക്കം. കുമരനെല്ലൂർ NSS മൈതാനത്ത് 24 വരെയാണ് പൂരനിലാവ്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ദേശകമ്മിറ്റി പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, CA ശങ്കരൻകുട്ടി, PN വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. എയർഗൺ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. വലപ്പാട് സ്വദേശി കിഴക്കൻ വീട്ടിൽ ജിത്താണ് അറസ്റ്റിലായത്. മദ്യപിച്ച് വീട്ടിൽ വരരുതെന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ അമ്മായിയുടെ മകന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 6ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ജിത്ത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. വരാക്കര പള്ളിക്കുന്ന് സ്വദേശി കുന്നൻ വീട്ടിൽ 66 വയസ്സുള്ള ലോനപ്പനാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഈ മാസം 2-നായിരുന്നു അപകടം. ലോനപ്പൻ ഓടിച്ചിരുന്ന ഓട്ടോ പള്ളിക്കുന്ന് ഇറക്കത്ത് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം വാഹനാപകടം. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപമാണ് കാറും ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. തൃശൂരിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന ബസും വടക്കാഞ്ചേരിയിൽ നിന്നും കല്ലമ്പാറയിലേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. കാർ ഭാഗികമായി തകർന്നെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേശീയപാത നടത്തറയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. പൂച്ചട്ടി ഭാഗത്തുനിന്നും നെല്ലിക്കുന്ന് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിൽ മണ്ണുത്തി ഭാഗത്തുനിന്ന് വന്ന കാറാണ് ഇടിച്ചത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി മറിഞ്ഞ് അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പാർസലുമായി പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് കുന്നംകുളം ദയ റോയൽ ആശുപത്രിക്ക് സമീപം ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. കണ്ടെയ്നർ ലോറി റോഡിനൊരു വശത്തേക്ക് മറിഞ്ഞതിനാൽ മേഖലയിൽ ഗതാഗത തടസ്സമുണ്ടായില്ല. വാഹനത്തിൽ നിന്ന് ഡീസൽ ചോർന്നത് ഏറെ നേരം മേഖലയിൽ പരിഭ്രാന്തി പരത്തി.
നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ 2 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മല്ലാട് സ്വദേശി പുതുവീട്ടിൽ മനാഫ്, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മുസ്രിസ് പാർക്കിനടുത്ത് ഇടപ്പള്ളി വീട്ടിൽ മാഹിൻ എന്നിവരാണ് അറസ്റ്റിലായത്. പേരകം തൈക്കാട്ടിൽ നിഖിലിന്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് മോഷ്ടിച്ച കേസിലാണ് ഇരുവരും അറസ്റ്റിലായത്. മാഹിലും മനാഫും ജയിലിലെ പരിചയം വെച്ചാണ് ഒന്നിച്ച് മോഷണത്തിനിറങ്ങിയത്. ഇരുവർക്കുമെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മരത്തങ്കോട് വയോധികയുടെ മാല പൊട്ടിച്ച മോഷ്ടാവിനെ മണിക്കൂറുകൾക്കുള്ളിൽ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊത്തോളിക്കുന്ന് സ്വദേശി തറമേൽ നാലിൽ വീട്ടിൽ ഹരിദാസനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. AKG നഗർ സ്വദേശിനി രമണിയുടെ 3 പവന്റെ മാലയാണ് പ്രതി കവർന്നത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു ബൈക്കിലെത്തിയ പ്രതി വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞത്. കുന്നംകുളം പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കലശ ചടങ്ങുകൾ തുടങ്ങുന്ന മാർച്ച് 2 മുതൽ ആറാട്ട് ദിവസമായ മാർച്ച് 19 വരെ നാലമ്പലത്തിനകത്തേക്ക് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനമുണ്ടാകില്ല. ചോറൂണ്, തുലാഭാരം, വഴിപാടുകൾ പതിവ് പോലെ നടത്താം. മാർച്ച് 10-ന് കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഉത്സവം മാർച്ച് 19-ന് ആറാട്ടോടെ സമാപിക്കും. മാർച്ച് 10-നാണ് ആനയോട്ടം. കാപ്പ നിയമലംഘനം നടത്തിയ പ്രതി അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ മാടക്കത്തറ തേറമ്പം സ്വദേശി കുണ്ടലി വീട്ടിൽ ദേവനാഥനെയാണ് മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്ക് 6 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇയാളുടെ പേരിൽ വിയൂർ, തൃശൂർ വെസ്റ്റ്, പട്ടാമ്പി എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 4 കേസുകൾ നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. പൊരുന്നംകുന്ന് സ്വദേശിയായ തറയിൽ വീട്ടിൽ മനു എന്നയാളെയാണ് തടങ്കലിലാക്കിയത്. 5 ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ. ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 35 ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തിയതായി പോലീസ് പറഞ്ഞു. ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് മേഖലയിലെ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ CITU സംഘടിപ്പിച്ച സമരം CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. C സുമേഷ്, T സുധാകരൻ, EC ബിജു, U സനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വനിതാ വിഭാഗം ഹാൻഡ്ബോൾ മത്സരത്തിൽ ആതിഥേയരായ സഹൃദയ കോളേജ് ടീം ജേതാക്കളായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് ഡിപ്പാർട്ട്മെന്റ് 2ാം സ്ഥാനവും, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് 3ാം സ്ഥാനവും, കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജ് 4ാം സ്ഥാനവും കരസ്ഥമാക്കി. ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ G വിപിൻ, സഹൃദയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ വ്യക്തിയുടെ അനധികൃത കയ്യേറ്റത്തിനെതിരെ BJP ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. ധർണ ചേലക്കര മണ്ഡലം അധ്യക്ഷൻ TC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷ ഷീല പണിക്കർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഉമേഷ്, വാർഡ് മെമ്പർ R ഉണ്ണികൃഷ്ണൻ, മണ്ഡലം സെക്രട്ടറിമാരായ P കൃഷ്ണകുമാർ, നന്ദനൻ, PK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിക്കും നികുതി കൊള്ളയ്ക്കുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എളനാട് വെന്നൂർ വില്ലേജിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് C ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി KM സൈദലി അധ്യക്ഷത വഹിച്ചു. സജിത് എളനാട്, ഐസക്, TC സുരേഷ്, ഉണ്ണികൃഷ്ണൻ മഞ്ചടി, TC ശശി, രമ്യ വിനീത് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഗെയിംസ് ജൂഡോ 70 കിലോ വിഭാഗത്തിൽ വെങ്കല മെഡൽ ജേതാവായ ദേവി കൃഷ്ണയെ തൃശൂർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നടന്ന ഖേലോ ഇന്ത്യ നാഷണൽ വുമൻസ് ലീഗ്
റാങ്കിംഗ് ടൂർണമെന്റ്, ഖേലോ ഇന്ത്യ സൌത്ത് സോൺ വിമൻസ് ലീഗ്, ജൂഡോ ചാമ്പ്യൻഷിപ്പ് എന്നീ മത്സരങ്ങളിൽ ദേവി കൃഷ്ണ മെഡൽ നേടിയിരുന്നു. നിലവിൽ ജലസേചന വകുപ്പിൽ ക്ലർക്ക് തസ്തികയിൽ ജോലി ചെയ്യുകയാണ് ദേവി കൃഷ്ണ. ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ ജീവനക്കാരുടെ ഉപഹാരം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ SK രമേശൻ ദേവി കൃഷ്ണയ്ക്ക് സമ്മാനിച്ചു. കൊമ്പൻ ആയയിൽ ഗൌരി നന്ദൻ പറ തൊട്ടു. തിരുവഞ്ചുകുളം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ആനയോട്ടത്തോടെയാണ് തിരുവഞ്ചുകുളം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. 3 ആനകൾ പങ്കെടുക്കുന്ന ആനയോട്ടത്തിൽ ഒന്നാമതെത്തി പറ തൊടുന്ന കൊമ്പനാണ് ഉത്സവ നാളുകളിൽ കോലമേന്താനുള്ള അവകാശം. ആയിൽ ഗൌരിനന്ദൻ പടിഞ്ഞാറേ നടയിൽ നിന്ന് മോടിയെത്തി ക്ഷേത്രത്തെ 3 വട്ടം വലം വെച്ച് പറ തൊട്ടതോടെ ചടങ്ങ് പൂർത്തിയായി. മാറാടി അയ്യപ്പൻ, നന്ദിലത്ത് ഗോവിന്ദകൃഷ്ണൻ 2ഉം 3ഉം സ്ഥാനങ്ങളിലെത്തി. കടൽമണൽ ഖനനത്തിനെതിരെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പ്രക്ഷോഭ സംഗമം സംഘടിപ്പിച്ചു. ബ്ലാങ്ങാട് ബീച്ച് മുതൽ വസന്ത കോർണർ വരെ പ്രവർത്തകർ മനുഷ്യച്ചങ്ങല തീർത്തു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സംഗമം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ, സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി, സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പോകാൻ, രാജ്യത്തിന്റെ സമ്പത്ത് ചൂഷണം ചെയ്തുകൊണ്ട് പോകാൻ വിരിച്ചു കൊടുക്കും. അവരെ കണ്ടാൽ അരിശം പിടിക്കും. ഇങ്ങനെ കേന്ദ്ര അവഗണനയ്ക്കെതിരെയും വിദ്യാഭ്യാസ കാവ്യവൽക്കരണത്തിനെതിരെയും CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുലിയന്നൂരിൽ നിന്ന് കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചു. പുലിയന്നൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വെള്ളാറ്റന്നൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് TM വേണു അധ്യക്ഷത വഹിച്ചു. KG ഗോപിനാഥൻ, P മോഹൻദാസ്, മിനി അരവിന്ദ്, ഷെർലി ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാത്രമല്ല, വയനാട് ദുരന്തം മാത്രമല്ല, 2 കോടി രൂപ പ്രഖ്യാപിച്ചപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടായി ആലാട്ട് തറവാട്ടിൽ നിന്ന് ഇനി കതിർകുലകളും. കേരളത്തിലെ 500-ലധികം ക്ഷേത്രങ്ങളിലേക്ക് ഇല്ലം നിറയ്ക്ക് കതിർകറ്റകൾ നൽകി പ്രസിദ്ധി നേടിയിട്ടുള്ളവരാണ് ആലാട്ട് തറവാട്ടുകാർ. ക്ഷേത്രങ്ങളിലെ ഇല്ലനിറയ്ക്കായി കതിർക്കറ്റകൾ ഒരുക്കുന്നതിൽ 60 വർഷത്തോളം പാരമ്പര്യമുണ്ട് പഴുന്നാനയിലെ ആലാട്ട് തറവാട്ടുകാർക്ക്. ഗുരുവായൂർ, ശബരിമല തുടങ്ങി കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലേക്ക് കതിർക്കറ്റകൾ നൽകുന്നത് ആലാട്ട് തറവാട്ടുകാരാണ്. ഇപ്പോൾ ഇല്ലനിറയ്ക്ക് വേണ്ടി ചെമ്മന്തിട്ട പാടശേഖരത്തിൽ കതിര് വിളയിക്കുന്നത് ആലാട്ട് കൃഷ്ണൻകുട്ടിയും ബാബുവുമാണ്. ഇതിനു പുറമെയാണ് ബാബുവും കുടുംബവും ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ തൂക്കിയിടാൻ കതിർക്കുലകൾ നിർമ്മിക്കുന്നത്. കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും കതിർക്കുലകൾ സ്ഥാപിക്കുന്നത്. ഇതിൽ പ്രാവീണ്യമുള്ള അയൽവാസിയായ വസുമതിയുടെ നേതൃത്വത്തിലാണ് ബാബുവും ഭാര്യ ബബിതയും കതിർക്കുലകൾ ഉണ്ടാക്കുന്നത്. കൊഴിയാത്തതും സ്വർണ്ണ നിറവുമുള്ള കനക ഇനത്തിലുള്ള നെൽവിത്താണ് കതിർക്കുലകൾക്കായി കൃഷി ചെയ്യുന്നത്. 5 ചുരുട്ട് ഒരു കതിർക്കുലയ്ക്ക് ആവശ്യമായി വരും. ഒട്ടുമിക്ക ക്ഷേത്രത്തിലേക്കും ഇല്ലെന്നിറക്കി ഇവിടുന്നാണ് കതിരുകൾ കൊണ്ടുപോകാറ്. അതിനുശേഷം അതിന്ന് കതിരെടുത്തിട്ട് ഞങ്ങൾ ഈ കതിർക്കൊല കെട്ടുണ്ട്. അതൊരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല, നമ്മുടെ മോഹം ഞങ്ങള് കൃഷി ചെയ്തിട്ടുള്ള ഒരു കതിർക്കൊലയും കെട്ടാൻ പറ്റും എന്നുള്ള ഒരു ഇതില് ഞങ്ങൾ കെട്ടിയിട്ട് കൊടുക്കുന്നതാണ്. കുറച്ച് ക്ഷേത്രങ്ങളിലേക്ക് ഞങ്ങൾ ഒരുപാടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ ഒരു എന്താ പറയാ, കൃഷിയോടുള്ള ഒരു താല്പര്യം കാരണം ഇതൊക്കെ ചെയ്യണമെന്ന് മാത്രം. ശബരിമല ക്ഷേത്രത്തിലേക്കും കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലേക്കും കതിർക്കുലകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കതിർക്കുലകൾ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആലാട്ട് ബാബുവും കുടുംബവും. TC വിനോസ്, എരുമപ്പെട്ടി. തോളൂർ പഞ്ചായത്തിന് കീഴിലുള്ള 20 ഏക്കർ വരുന്ന മേഞ്ചിറ തരിശിലെ കൊയ്ത്തുത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു.
തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് മെമ്പർമാരായ KG പോൾസൺ, VK രഘുനാഥൻ, ഷീന തോമസ്, മേഞ്ചിറ പടവ് കമ്മിറ്റി കൺവീനർ K കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭ വികസന സെമിനാർ അവതരിപ്പിച്ചു. ടൂറിസം വികസനത്തിന്റെ ഭാഗമായി കിഴൂർ ബണ്ട് കിളിപ്പാടം പദ്ധതി പുനർജീവിപ്പിക്കൽ, ഹോം സ്റ്റേ സംവിധാനമൊരുക്കൽ എന്നിവ നടപ്പിലാക്കും. സെമിനാർ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പൾസറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ ഈ ജനജാഗൃത പദ്ധതികൾ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നാടിനു വേണ്ടി. നല്ലങ്കരയിൽ അവശനിലയിലായ വൃദ്ധനെ പരിചരിച്ച് കോൺഗ്രസ് കൂട്ടായ്മ. 72 വയസ്സുള്ള സുബ്ബരനാണ് നെല്ലങ്കര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭക്ഷണവും ചികിത്സയും ഒരുക്കിയത്. തിമോത്തി വടക്കൻ, ജോയ്, പ്രേമ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിചരണം. പെൻഷൻകാരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. NK ബെന്നി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് KM ആന്റണി അധ്യക്ഷനായിരുന്നു. PS മുസ്തഫ, VJ രാമചന്ദ്രൻ, ജോസ് പീറ്റർ, CS ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം 540 പേജുള്ള സർക്കാരും ഇൻഷുറൻസാണ്. അതിനൊരു വിദഗ്ധ സമിതി അത് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങളുടെ സമഗ്ര വികസനത്തിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ സംയോജിപ്പിച്ച് തീരദേശ സംഗമം 22 മുതൽ 26 വരെ ചാവക്കാട് ബീച്ചിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഭക്ഷ്യമേളയും പ്രശസ്തരായ കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള കലാസന്ധ്യയും ഒരുക്കും. വാർത്താ സമ്മേളനത്തിൽ NK അക്ബർ MLA, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ SC നിർമ്മൽ, CDS ചെയർപേഴ്സൺ ജിന രാജീവ് എന്നിവർ പങ്കെടുത്തു. വലപ്പാട് പഞ്ചായത്ത് 11ാം വാർഡിൽ കൃത്യത കൃഷിരീതിയിൽ വിളഞ്ഞ പച്ചക്കറികളുടെ വിളവെടുപ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ നിംബ ഫ്രാങ്കോ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ, പഞ്ചായത്ത് അംഗങ്ങളായ അശ്വതി, അനിത കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അന്തിക്കാട് ഏരിയ സമ്മേളനം അരിമ്പൂരിൽ AKTA ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് വിദ്യ മേജോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അൻസിയ റഹ്മത്തുള്ള, ജിൻസി ഫ്രാൻസിസ്, ജിഷ VV തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ITIയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ കിഫ്ബിയുടെ ധനസഹായത്തോടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. 11 കോടി വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി V ശിവൻകുട്ടി നിർവഹിക്കും. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രിൻസിപ്പാൾ MA സൌജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചന്ദ്രാപിന്നി ഈസ്റ്റ് PMM UP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. മുൻ സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹന്നാൻ MP, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സിനിമാ താരം ടിനി ടോം, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു തുടങ്ങിയവർ സംബന്ധിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയമില്ലെന്ന വെപ്പ് പാടില്ല. കോൺട്രാക്ട് റൂൾസ് അനുസരിച്ച് സ്കൂൾ ആരംഭിച്ചത് 100 വർഷം മുമ്പ്
ഈ ചന്ദ്രാപ്പിനി ഏരിയ ഇതുപോലെ വികസിതമല്ല, ഇതുപോലെ സൗകര്യങ്ങളില്ല. വേണ്ടിയിട്ട് അവരൊക്കെ കൊണ്ട വെയിൽ എത്രയായിരിക്കും. ഇവിടെ അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള കുട്ടികൾ കഷ്ടപ്പെട്ടത് എത്രയായിരിക്കും നമുക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ അധ്യാപകരൊക്കെ PFും നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളെയാണ് സംരക്ഷിച്ച് സിറിയക് സാറ് പറഞ്ഞതുപോലെ അവർ നന്നായിട്ട് ജീവിക്കട്ടെ. അവർ ഡിവൈഎഫ്ഐ കാട്ടക്കാമ്പൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം ചെയ്തു. മേഖലയിലെ 13 യൂണിറ്റുകളിൽ നിന്നും 4662 പൊതിച്ചോറുകൾ ശേഖരിച്ചാണ് വിതരണം ചെയ്തത്. 17 പേർ രക്തം ദാനം ചെയ്തു. മേഖലാ സെക്രട്ടറി ലെനിൻ VS, പ്രസിഡന്റ് ഷെറിൻ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നന്ദിപുലം മാന്നൂർ BBLP സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോസിലി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ രാധിക സുരേഷ്, ശ്രുതി രാഗേഷ്, VB അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. അവരോട് ചോദിക്കുകയായിരുന്നു, നിങ്ങളുടെ സ്കൂളിൽ എന്താണ് ചെയ്തു തീർക്കാനുള്ളത്? 2-3 ഐറ്റംസ്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ മാള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരണീയവും ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണവും വെള്ളിയാഴ്ച നടക്കും. മാധ്യമപ്രവർത്തന രംഗത്ത് 20 വർഷം പിന്നിട്ടവരെയാണ് ആദരിക്കുന്നത്. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്യും. KJU സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ, സംസ്ഥാന ട്രഷറർ EP രാജീവ് എന്നിവർ പങ്കെടുക്കുമെന്ന് മേഖലാ ഭാരവാഹികളായ ഷാൻഡി ജോസഫ് തട്ടകത്ത്, PV യശ്പാൽ, KM ബാവ തുടങ്ങിയവർ അറിയിച്ചു. പാർക്കുളം പഞ്ചായത്തിൽ SC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ മേശ, കസേര എന്നിവ വിതരണം നടത്തി. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മേശ, കസേര എന്നിവ നൽകിയത്. പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PC കുഞ്ഞൻ, അഖില മുകേഷ്, PJ ജ്യോതിസ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരിഞ്ഞി HTP സമാജം ശിവകുമാരേശ്വര ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. രാവിലെ പ്രധാന പൂജകൾക്ക് ശേഷം എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് വിവിധ പ്രാദേശിക വിഭാഗങ്ങളുടെ കാവടി വരവ് നടന്നു. വിവിധ കലാരൂപങ്ങളും നാഗസ്വരം, ബാൻഡ്, ശിങ്കാരിമേളം, നാസിക് ഡോൾ തുടങ്ങിയവ കാവടി ഘോഷയാത്രയ്ക്ക് മാറ്റേകി. ഉച്ചയ്ക്ക് പ്രാദേശിക പൂരം വരവും വൈകിട്ട് കാഴ്ചശീവേലിയും നടന്നു. കാഴ്ചശീവേലിക്ക് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, തൃക്കടവൂർ ശിവരാജു, ചിറക്കൽ കാളിദാസൻ, പുതുപ്പള്ളി കേശവൻ, തിരുവമ്പാടി അർജുനൻ തുടങ്ങിയ ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. മലയാളികൾ ഭാഷാഭിമാനമില്ലാത്തവരായി മാറിയിരിക്കുന്നുവെന്നും മാതൃഭാഷയുടെ കാര്യത്തിൽ പ്രകടമാകുന്ന അലംഭാവം അത്യന്തം ലജ്ജാകരമാണെന്നും മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ പറഞ്ഞു. മലയാളം BA പഠനത്തിന്റെ ഭാഗമായുള്ള പ്രബന്ധത്തിന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തിയ അവാർഡ് ദാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് രചനാ നൈപുണി അവാർഡ് കുറവിലങ്ങാട് ദേവമാത കോളേജ് വിദ്യാർത്ഥിനി റോസ്മെറിൻ ജോജോയ്ക്കും കോളേജ് തലത്തിലുള്ള പുരസ്കാരം സെലിൻ റോസ് ബെന്നിക്കും ചടങ്ങിൽ സമർപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CV സുധീർ, ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, ഡോക്ടർ മിനി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,070 രൂപ, പവന് 64,560 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ.
പ്ലാറ്റിനം ഗ്രാമിന് 3433 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പഴയന്നൂരിൽ പന്നിപ്പടക്കം ചവിട്ടി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. പിടിയിലായത് സ്ഫോടക വസ്തു ഉപയോഗിച്ച് കാട്ടുപന്നികളെ വേട്ടയാടുന്ന സംഘം. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കൈമാറി. ആനപ്പേടി മാറാതെ താമര വെള്ളച്ചാൽ. പെരിഞ്ഞനം 3 പീടികയിൽ 8 പവൻ സ്വർണം വാങ്ങി ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് കടന്നയാൾ പോലീസ് പിടിയിൽ. പേരാവൂർ സ്വദേശി അഷ്റഫാണ് അറസ്റ്റിലായത്. തട്ടിപ്പിനായി ഉപയോഗിച്ചത് വ്യാജ ആപ്പ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞ യുവാവിനെ ആക്രമിച്ച പ്രതി റിമാൻഡിൽ. ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി മുഹമ്മദ് ഷഹിനെയാണ് റിമാൻഡ് ചെയ്തത്. അതിരപ്പള്ളിയിൽ നിന്ന് കോടനാട്ടെത്തിച്ച കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു. മസ്തകത്തിലെ മുറിവിന് 1.5 മാസത്തോളം തുടർച്ചയായി ചികിത്സ നൽകേണ്ടി വരുമെന്ന് വിദഗ്ധർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.